ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നൊന്ന് വെയിറ്റ് ചെക്ക് ചെയ്താലോ? മോട്ടിവേഷൻ കുറവുള്ളപ്പോൾ നല്ലതല്ലേ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ നോക്കുന്നത്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 68.30 വെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് 70 ആയിരുന്നു. അപ്പോൾ ഇന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഡേ സ്പെഷ്യൽ ഫുഡുകളാണ്. അപ്പം മോർണിംഗിൽ വെള്ളയപ്പം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മമ്മിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മളൊരു കോഫി രാവിലെ കുടിച്ചു. പിന്നെ ലഞ്ചിന് ചോറുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ പോർക്കുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു വൈറലായിട്ടുള്ള പുഡിംഗ് ഉണ്ടല്ലോ, പേഴ്സിമൺ കോക്കോ പുഡിംഗ്. അതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആയിരുന്നു. ഡിന്നറായിരുന്നു സ്പെഷ്യൽ. ഡിന്നറിന് ടർക്കി റോസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ വെജീസ് ഉണ്ടായിരുന്നു. ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇത്രയും നാളായെങ്കിലും ഇവിടെ ഇംഗ്ലീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള ക്രിസ്മസ് ഡിന്നർ എന്ന് പറയുന്നത് ടർക്കിയാണ്. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഓർത്തുന്ന നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളിതൊരു 3.5 മണിക്കൂർ ഓവനിൽ വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുത്താണ്. അപ്പം മീറ്റൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് പറയുവാണെങ്കിൽ ആക്ച്വലി ചിക്കനെക്കാട്ടിലും ഇറച്ചിക്ക് ഒരു ഇച്ചിരി കൂടെ കട്ടി കൂടുതലുണ്ട്. പക്ഷേ ടേസ്റ്റിയാണ് ആക്ച്വലി. ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും കഴിക്കാൻ നല്ലതായിരുന്നു. പിന്നെ വെജീസ് ഉണ്ടായിരുന്നു. കേക്കും വൈനും ഇല്ലാതെ തന്നെ ക്രിസ്മസ് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഞങ്ങൾ ഉപയോഗിച്ച വൈൻ എന്ന് പറയുന്നത് കോക്ക് ബേൺസിൻ്റെ വൈനാണ്. ഇത് ആക്ച്വലി നല്ലൊരു സ്വീറ്റ് വൈനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ്.